വളരെ ജനകീയമായ ഒരു നേതാവ്, ഏത് വീട്ടിലേക്ക് ഏത് നേരത്തും കയറി ചെല്ലാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ്. ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് CPIഎമ്മിൽ നിന്നും കോൺഗ്രസ് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു, ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരാൻ കാരണം? ഈ ഐഷ പോറ്റി എന്ന വ്യക്തി ഇത്രയും നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഒരു വാല്യൂ കൽപ്പിച്ചില്ല. അവരെല്ലാം പറയുന്നത് 3 തവണ MLA ആക്കി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിചാരിച്ചാലും ആക്കാൻ പറ്റത്തില്ല, അത് ജനങ്ങൾ വിചാരിച്ചാലേ ആക്കാൻ പറ്റും. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതിൽ ഒരു കാര്യമില്ല. എത്രയോ പേര് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുന്നു. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ടിടത്തല്ലാതെ അടിമയെ പോലെ പറയുന്ന കേട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ബാലകൃഷ്ണപിള്ള മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഇലക്ഷൻ ഒരു തോൽവി എന്ന് പറഞ്ഞത്. കാരണം അവിടത്തെ കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്താണ് 12,000-ലധികം വോട്ടുകൾ നേടിയിട്ട് മാം അവിടെ അധികാരത്തിൽ വരുന്നത്. പാർട്ടി ഇല്ലെങ്കിലും മാമിന് അവിടെ ജയിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അത് 100% മാമിൻ്റെ കയ്യിലുണ്ടോ? പ്രശ്നം പേടിയാണ് എല്ലാവർക്കും. അടി കൊള്ളുമോ, വീടിന് കല്ലെറിയുമോ, പോകുന്ന വഴിക്ക് വെട്ടിക്കൊല്ലുമോ, ഇന്നോവ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കാണുമായിരിക്കും. അതുകൊണ്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്. ആ പേടി ഇപ്പോഴും എല്ലാവരുടെ ഉള്ളിലുണ്ടോ അങ്ങനെ ഒരു പേടി? ഇപ്പം തന്നെയല്ലേ കുഞ്ഞിക്കണ്ണൻ്റെ വീട്ടിലേക്ക് പടക്കം എറിഞ്ഞ് കണ്ടില്ലേ, ഒരു ബൈക്ക് ചീത്തയായില്ലേ? അങ്ങനെ ഒരു പേടി മാഡത്തിനുണ്ടോ? എനിക്കൊരു പേടിയില്ല. പൊതുജനങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കും അറിയാം. അതാണ് അതിൻ്റെ സത്യം. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ശ്രദ്ധയെല്ലാം ആകർഷിച്ച ഒരു തെരഞ്ഞെടുപ്പിലൂടെ തൻ്റെ പൊതുപ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വൻ വിജയത്തോടുകൂടി കടന്നു വന്ന ഒരാളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ഐഷ പോറ്റി മാമാണ്. നമസ്കാരം മാം. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂടിലാണ്, അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമ്മളോടൊപ്പം ഇരിക്കാൻ പറ്റിയതിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് തവണ MLA ആയി, വളരെ ജനകീയമായ ഒരു നേതാവ്, എല്ലാവർക്കും ഏത് വീട്ടിലേക്ക് ഏത് നേരത്തും കയറി ചെല്ലാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ്. ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് CPIഎമ്മിൽ നിന്നും കോൺഗ്രസ് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു, ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരാൻ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 3 തവണ ജനപ്രതിനിധിയായി, അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായിരുന്നു, പ്രസിഡൻ്റായിരുന്നു, ഈ 3 തവണ MLA ആയിരുന്നു. മനുഷ്യസാധ്യമായതെല്ലാം ആ 3 ടേൺ കൊണ്ട് ആ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തു, ജനങ്ങളോടൊപ്പം നിന്നു, എല്ലാ പ്രവർത്തനം നടത്തി. 3 പ്രാവശ്യം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും പുതിയൊരാൾ വരുന്നത് നല്ല സന്തോഷം തന്നെയാണ്. അങ്ങനെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ആ സ്ഥാനാർത്ഥിയോടൊപ്പം ത്രൂ ഔട്ട് എന്നെക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് മണ്ഡലത്തിലുടനീളം വർക്ക് ചെയ്ത് ജയിച്ചു കഴിഞ്ഞു. മന്ത്രിയായി കഴിഞ്ഞപ്പോൾ മണ്ഡലത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൂടെ കൊണ്ടുപോയി വിട്ടിട്ടാണ് ഞാൻ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ ദിവസങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെ തുടക്കങ്ങൾ, MLA ഫണ്ട് വെച്ചത്, പണി പൂർത്തീകരിച്ചത്, തുടങ്ങാനുള്ളതെല്ലാം വരുമ്പോൾ അതിൻ്റെ എല്ലാം ഉദ്ഘാടനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പത്രം വായിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. മേഡമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ട്രാഫിക് പ്രോബ്ലം കുറയ്ക്കാനായിട്ട് ഒരു മെയിൻ റോഡിൽ നിന്ന് MC റോഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു റോഡൊക്കെ തുടക്കം അവിടുന്നേ ആണ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്. ആ റോഡിൻ്റെയൊക്കെ ഉദ്ഘാടനമൊക്കെ വരുമ്പം പത്രം വായിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. പിന്നെ ആൾക്കാർ ചോദിക്കും, എന്താ ഇന്നിവിടെ വരാതിരുന്നത്, നോട്ടീസിലും പേര് കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിക്കുക, ആണോ കഴിഞ്ഞോ എന്ന്. അപ്പോൾ അതിന് ചിലപ്പോൾ ഞാൻ MLA അല്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിയുമായിരുന്നു. ഇതങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേ പാർട്ടി കമ്മിറ്റിയിൽ മാത്രം നോക്കിയാൽ മതി, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് അങ്ങനെ പ്രത്യേകം പറയുന്നില്ലെങ്കിലും ഈ പൊതുമണ്ഡലത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്നും എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിഞ്ഞത്. ഞാൻ MLA അല്ലാതായി കഴിഞ്ഞപ്പം അപ്പോഴും ഞാൻ പാർട്ടിയുടെ പ്രവർത്തനം നോക്കുന്നുണ്ട്, അത് സംഘടനാ പ്രവർത്തനം നോക്കുന്നുണ്ട്, പാർട്ടി സമ്മേളനങ്ങൾ നോക്കുന്നുണ്ട്, ജില്ലാ കമ്മിറ്റിയിലെടുത്തു, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇതങ്ങ് തുടർന്നുകൊണ്ടേ ഇരുന്ന് നന്നായി ഫീൽ ചെയ്ത് തുടങ്ങിയപ്പം അപ്പോഴും ഞാൻ പാർട്ടിയിൽ പറഞ്ഞു, എന്നെ ഇങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ എനിക്ക് അത് തിരിക്കാൻ പറ്റത്തില്ല, വല്ലാത്തൊരു അവഗണന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒന്നുമില്ല എന്നവർ പറയും.
ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചിട്ട് അറിയുന്നത്, അത് ശരിയാവത്തില്ല. മുന്നേ ഇരുന്നിട്ടുള്ള ആൾക്കാരെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. ഇത് നേതാക്കളോടും ഇപ്പോഴത്തെ എതിർ സ്ഥാനാർത്ഥിയോടും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതെല്ലാം ആയിട്ട് ഒരു റിസൾട്ടും ഇല്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ. ഈ പാർട്ടിയിൽ ഞാൻ ഇനി പ്രവർത്തിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. നേതാക്കളോടും പറഞ്ഞു, ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥിയോടും പറഞ്ഞു. അപ്പോഴതിനും ഒരു റിസൾട്ട് ഉണ്ടായില്ല. പിന്നെ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തിക്കുകയൊന്നും വേണ്ട, പാർട്ടിക്കാരി അല്ലെന്ന് പറയരുത്. ഒരു കാര്യം അതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതെന്താ അങ്ങനെ, ഞാൻ പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹവുമായിട്ട് ഇടപെടുന്ന ഒരു പരിപാടിയിലും ചെല്ലണ്ട എന്നുള്ള എന്തോ ഒരു കോണിൽ നിന്നുള്ളൊരു അജണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴും ഞാൻ പാർട്ടി കമ്മിറ്റിയിൽ നിന്നും കൂടെ മാറ്റിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ മാറ്റിയില്ല. പിന്നെ സമ്മേളനം വന്നപ്പോൾ ഞാൻ പോയില്ല. പോകാതിരുന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റി. അപ്പോഴാണ് വാർത്തയൊക്കെ വന്നു. അതിന് മുമ്പ് തന്നെ ഈ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ടായിരുന്നു, മുൻ MLA ഇതിനകത്ത് വിളിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇതും കൂടെയൊക്കെ ആയപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവായി കഴിഞ്ഞ് അന്ന് മുതലേ, അന്നല്ല അതിന് മുമ്പ് തന്നെ പല പാർട്ടിക്കാരും എന്നോട് പറയാറുണ്ട് ഇങ്ങനെ പൊതുമണ്ഡലത്തിൽ നിന്ന് പോകരുത്, മുന്നോട്ട് വരണം. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്നുണ്ട്, എന്നെ വിളിക്കാത്തടത്ത് പോകേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. വെറുതെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന് കയറി ചെല്ലേണ്ട ഒരാളല്ലല്ലോ ഞാൻ ഇത്രയും വർഷം MLA ആയിരുന്ന ഒരാൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരാൾ, അഡ്വക്കേറ്റായിട്ട് ദീർഘവർഷം പ്രാക്ടീസ് ചെയ്ത ഒരാൾ. അപ്പം എന്നെ ഇങ്ങനെ വിളിക്കാത്തടത്ത് ഞാൻ പോകുന്നൊരു ശീലമില്ല, അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പാർട്ടിയിലൊക്കെ അന്നത്തെ പാർട്ടിയിലുള്ള ചിലർ പറയുമ്പോഴും അതിനൊന്നും ഒരു റിസൾട്ടും ഇല്ലാതെ വന്നപ്പം പൂർണ്ണമായിട്ട് ഞാൻ മാറിയെന്ന് മാത്രമല്ല, എന്നോട് നിരവധി പാർട്ടി, കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ ആ പ്രസ്ഥാനത്തിലേക്ക് ചെല്ലണമെന്നും എൻ്റെ ഈ എക്സ്പീരിയൻസ് നല്ലവണ്ണം ഉപയോഗപ്പെടുത്താമെന്നും ആ പ്രവർത്തനത്തിനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കുറേ വർഷം ഒരു പാർട്ടി ഇരുന്നിട്ട് പെട്ടെന്ന് നമുക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഇരുന്നു. എന്നാലും കൺവിൻസ് ചെയ്യിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഒതുങ്ങരുത്, കാരണം പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വക്കീൽ ഓഫീസിലോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോഴും വഴിയിൽ വെച്ച് കാണുന്നവരൊക്കെ സാറെന്താ അങ്ങ് ഇപ്പോൾ ഒന്നും കാണാത്ത, മുന്നോട്ട് വരണം പഴയ പോലെ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ചിരിച്ചങ്ങ് പോവും, ഇപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വന്നിട്ട് ഇപ്പോഴത്തെ എതിർ സ്ഥാനാർത്ഥി വന്നിട്ട് ഞാൻ കോൺഗ്രസ്സിലേക്ക് പോകുന്നു, ഞാൻ എൻ്റെ മനസ്സ് തുറന്നിട്ടില്ലെന്നേ ഉള്ളെന്നും അവരൊക്കെ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും എന്നോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, ആൾക്കാരങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരു പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ ഉണ്ട്, അതിൻ്റെ ഒരു പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അത്രയുള്ളെന്ന് വിചാരിച്ചോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്നെ അത്ര സില്ലിയായിട്ട് കാണണ്ടല്ലോ, ഞാൻ നല്ല ഇൻകം ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഒരെണ്ണം കണ്ടിട്ട് അതിനു വേണ്ടി വരുന്ന ആളല്ലോ. എനിക്ക് പബ്ലിക് സ്പേസ് നഷ്ടപ്പെടുത്തിയിട്ട് ഇത്രയും കാലം ഇരുന്ന് ആൾക്കാരെല്ലാം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പണമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അല്ലല്ലോ ആവശ്യം. എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ പഴയ പോലെ പ്രവർത്തിക്കാൻ പറ്റണം. പൊതുമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതാണ് എൻ്റെ പ്രശ്നം, അത് അവഗണന. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഇത്ര ചീപ്പായിട്ട് കാണരുത്, എനിക്ക് എൻ്റേതായ കുറച്ച് മൂല്യങ്ങളുണ്ട്, എനിക്കതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പ്രസ് ചെയ്തൊക്കെ പറഞ്ഞു, അതല്ല അങ്ങനെ വേണം, പാർട്ടി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ആക്കാം. ഒരു സൗകര്യം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ പാട്ടിന് വിട്ടേച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴേ അന്ന് നിരന്തരം എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ മറ്റു പാർട്ടിക്കാരുടെയും. അപ്പം ഞാൻ അന്ന് വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിന് വരാം, കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അതിൻ്റെ പിറ്റേന്നാണ് ഈ തിരുവനന്തപുരത്ത് ഒരു വലിയ മീറ്റിംഗ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഈ കോൺഗ്രസ്സിലേക്ക് ചേരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല സ്വാതന്ത്ര്യമാണ്. പഴയതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ എന്ത് വേണമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാനും പൊതുപ്രവർത്തനത്തിൽ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു വലിയ കാര്യമാണ്. അവർ നല്ല ഒരു സ്പേസാണ് എനിക്ക് തരുന്നത്, വർക്ക് ചെയ്യാൻ വളരെ നല്ല മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാവുന്നു, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അടുത്ത പ്രസ്ഥാനത്തിലേക്ക് മാറുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, പല രീതിയിലുള്ള പല സംഭവങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ കാണുന്നത് സൈബർ ബുള്ളിങ് ആണ്, ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവരുടെ അമർഷം തീർക്കുന്നതായിരിക്കാം,
ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അധികാരത്തോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വേറൊരു പാർട്ടിയിലേക്ക് പോയെന്നാണ് പറയുന്നത്. അതിൻ്റെ എന്താ മാം പറയുന്നത് സത്യാവസ്ഥ? അത് അവരുടെ കാഴ്ചപ്പാടിലുള്ള അധികാരമോഹമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ അധികാരം എന്ന് പറഞ്ഞാൽ നല്ല ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ട ജോലികളത്. ഒരു പോസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ അധികാരം കിട്ടിയാൽ അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അത് ഉപയോഗിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ആ രീതിയിൽ ചിന്തിക്കുന്നത്. അത് എനിക്ക് ചേർന്നതല്ല, അത് അവർക്ക് ചേർന്നതാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം സൈബർ ബുള്ളിങ് ഇങ്ങനെ കാണുന്നുണ്ട് പല രീതിയിൽ. മാം ഇതൊക്കെ ഈ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ടോ? ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നത് എനിക്കിഷ്ടമാണ്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ, രാഷ്ട്രീയ സ്ഥിതികളും മറ്റുള്ള കാര്യങ്ങളെ പറ്റി മറ്റുള്ളവരുടെ വ്യൂസും ഒക്കെ. പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെയുള്ള ഈ സൈബർ മേഖല ഇപ്പം എന്നോട് പറഞ്ഞതുപോലെയുള്ള കുറേ കമൻസ് വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. അത് അവർക്ക് ചേർന്ന ഭാഷ എന്നുള്ളതല്ലാതെ എന്നെ ബന്ധിക്കുന്നതല്ല. ഞാൻ എവിടെ അത് അവർക്ക് ചേരുന്ന ഭാഷ, അവരുടെ സംസ്കാരം, അവരുപയോഗിക്കുന്ന ഭാഷ. അവർ മനുഷ്യനെ അങ്ങനെയാണെങ്കിൽ അവരങ്ങനെയാണ്. അവനവൻ്റെ ചിന്താഗതിയും അവനവൻ്റെ മൈൻഡുമാണ് വർത്തമാനത്തിലൂടെ വരുന്നത്. അപ്പോൾ അവരെങ്ങനെയാണോ അതാണ് അവർ പറയുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷേ പൊതുജനങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കും അറിയാം. അതാണ് അതിൻ്റെ സത്യം. തീർച്ചയായിട്ടും. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണ്ട് പലരും പറയാറുണ്ട് അതൊരു ബുദ്ധിയുള്ള ചൂതാട്ടം പോലെയാണെന്ന് പറയാം. വളരെ ബുദ്ധിപരമായിട്ട് ഓരോ നീക്കങ്ങൾ നീങ്ങണം, പറ്റാത്തവരെ വെട്ടിമാറ്റണം. ഇതാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ രീതി. മാമിൻ്റെ വരവെന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ള അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഇലക്ഷൻ ഒരു തോൽവി എന്ന് പറഞ്ഞത്. കാരണം അവിടുത്തെ കിരീടം വെക്കാത്ത രാജാവായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്താണ് 12,000-ലധികം വോട്ടുകൾ നേടിയിട്ട് മാം അവിടെ അധികാരത്തിൽ വരുന്നത്. അന്ന് ഫേസ് ചെയ്തത് ഒരു വൻ യുദ്ധം തന്നെയായിരുന്നു. കാരണം തിരിച്ച് അവിടെ നിന്ന് അത് പിടിക്കുക എന്നുള്ള സാധനം വമ്പിച്ച പ്രവർത്തനം തന്നെയാണ് അന്ന് മാമൊക്കെ നടത്തിയിരിക്കുന്നത്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റാണ് പിന്നെ കുറേ നാളത്തേക്ക് ഇങ്ങോട്ട് മാം പറഞ്ഞ ഓരോ വാക്കുകളും മാം പറയുന്നത് വിശ്വസിച്ച് മാമിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു, വീണ്ടും അപ്പോൾ ആൾക്കാരുടെ ഒരു വിശ്വസ്തതയുണ്ട്. പാർട്ടി ഇല്ലെങ്കിലും മാമിന് അവിടെ ജയിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അത് 100% മാമിൻ്റെ കയ്യിലുണ്ടോ? പാർട്ടി ഇല്ലെങ്കിലും എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരെന്നോട് സ്വതന്ത്രമായിട്ടെങ്കിലും മത്സരിക്കണേ എന്ന് പറയുമായിരുന്നു. ഇതൊന്നും ഞാനങ്ങനെ പുറത്ത് പറയാറില്ല. എന്താണേലും ജനങ്ങളെ സ്നേഹിക്കുന്നവരും നാടിനെ സ്നേഹിക്കുന്നവരും രാഷ്ട്രീയത്തിൽ ഉണ്ടാവണമെന്നും രാഷ്ട്രീയത്തിൽ അഥവാ അതിനുള്ള അവസരം വന്നില്ലേ അവർ ജനങ്ങളോടൊപ്പം വരണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടിപ്പം ഒറ്റയ്ക്ക് നിന്നാൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു സത്യമാണ്. ജനങ്ങളുടെ സപ്പോർട്ട് എന്നാലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ബേസ് ഉള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ കോൺഗ്രസ്സിലേക്ക് വന്നപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ അത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിനെ നമ്മൾ ഓപ്പോസിറ്റ് നിന്ന് ജയിച്ചു പോകുന്നതാണ്. അപ്പോൾ അന്ന് മാമിൻ്റെ കൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഉള്ളത്. തിരിച്ച് വീണ്ടും ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതേ യുദ്ധം തന്നെയാണ്, നേരെ ഓപ്പോസിറ്റാണ് മാം ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. എനിക്കൊരു പ്രയാസമില്ല. എന്താണെന്നറിയോ, എന്നോട് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എവിടെ ഇരുന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ആ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഒന്നും ആവശ്യമില്ല. ഇപ്പുറത്തെ ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോഴും ഒറ്റ രാഷ്ട്രീയക്കാരോട് ഒരു ഭേദവും കാണിക്കാതെയാണ് ഇടപെട്ടിട്ടുള്ളത്. അത് പ്രശ്നമായിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? അത് എനിക്ക് പ്രശ്നമായിട്ടില്ല. പക്ഷേ വേറെ ഞാൻ ഇരുന്ന പ്രസ്ഥാനത്തിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. ഞാൻ എൻ്റെ അടുത്ത് വരുന്നത് BJP ആണോ കോൺഗ്രസ് ആണോ അല്ലെ വേറുള്ളവരാണോ ആര് വന്നാലും അവരുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കും. പറ്റുന്നതാണെ അപ്പം ചെയ്തു കൊടുക്കും, പറ്റാത്തതാണെ അല്ല എന്ന് പറയും. അത് എല്ലാവർക്കും അറിയാം. ഇത്ര കാലം ഏത് പാവപ്പെട്ടവരായാലും പണക്കാരായാലും ഏത് ജാതി മതസ്ഥരായാലും ഞാൻ അതൊന്നും അന്വേഷിക്കാറില്ല. എന്താണ് അവരുടെ പ്രശ്നം നോക്കും. പലയിടത്തും പോകുമ്പോൾ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റോഡ്, കുടിവെള്ളം, വീടില്ലാത്തതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്യിപ്പിക്കാമല്ലോ. ഇങ്ങനെയുള്ള ടൂറിസം ആയാലും മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലയിലായാലും ഉള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. ആ പ്രദേശത്തുള്ളവർക്ക് അറിയാതെ ഞാൻ പരിഹരിക്കുമെന്ന്. സാധിക്കുമെങ്കിൽ, സാധിച്ചില്ലെങ്കിൽ ഇന്നതുകൊണ്ടാണ്. ഇതായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ. എല്ലാ സമയത്തും മുക്കിൽ മൂലയിലും പോയി ഏത് സ്ഥലത്തായാലും പോയിട്ട് ഏത് പാതിരാത്രിക്കായാലും ഉള്ള ഇഷ്യൂസ് എന്നെ രാത്രി 2 മണിക്കും 3 മണിക്കും ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, കറണ്ട് പോയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചുണർത്തും. സംഗതി ശരിയായി ഞാൻ താങ്ക്സും പറയും. കോവിഡ് കാലത്തൊക്കെ എന്തായിരുന്നു മനുഷ്യൻ ഗൾഫിൽ നിന്ന് വരെ വിളിച്ച് പാതിരാ സമയത്ത്
ഭക്ഷണം കിട്ടാതെ ഒരു മുറിയിൽ അടച്ചിട്ടേക്കുവാണ്, ഞങ്ങൾക്ക് ഒരു കിറ്റ് പോലും കിട്ടുന്നില്ല, ഇവിടെ ഭയങ്കര വെച്ച് ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞു. ഇന്ന് മറക്കത്തില്ല അത്. അപ്പം തന്നെയാണ് ബന്ധപ്പെട്ട സ്ഥലത്ത് ഉദ്യോഗസ്ഥരെ വിളിക്കും, അവരോട് ഈ വിളിച്ച നമ്പർ കൊടുക്കും. പിറ്റേ ദിവസം ആകുമ്പോൾ എനിക്കൊരു ഒരുപാട് നന്ദി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇതാണ് എൻ്റെ ജീവിതം. ഇങ്ങനെയായിരുന്നു ഈ കാലം അത്രയും. മാം അധികാരത്തിലിരിക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മുടെ ഫ്ലഡ് ഉണ്ടായിരുന്നത്. ആ ടൈമിൽ ഒരുപാട് ആൾക്കാർ പല ദുരിതത്തിൽ അനുഭവപ്പെട്ട സ്ഥലം അത്. അന്ന് മാമിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? അന്നും കൊട്ടാരക്കരയിൽ വലിയ പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലും ചെങ്ങന്നൂർ തുടങ്ങിയിട്ടുള്ളിടത്ത് കണ്ടമാനം പ്രയാസം വന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് സമാഹരിക്കാവുന്ന മുഴുവൻ സമാഹരിച്ച് ഫണ്ട് സമാഹരിച്ച് എല്ലാവരോടും ഒപ്പം നിന്ന് പരമാവധി സഹായം അവിടെ എല്ലാം ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ടു, അവരുടെ ദുരിതങ്ങൾ കണ്ടു, ആശ്വസിപ്പിച്ചു, പറ്റാവുന്ന എല്ലാം സമാഹരിച്ച് അവർക്കെല്ലാം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് എല്ലാവരോടും ഒപ്പം. ചിലപ്പോൾ രാത്രിയിലൊക്കെ അതേ ഇന്നടത്ത് നിൽക്കുന്നു, എൻ്റെ നമ്പർ അറിയാവുന്നവർ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരിക്കും ചെങ്ങന്നൂരിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ചുറ്റും വെള്ളമായെന്ന്. അപ്പം തന്നെ അവിടെ ഇടപെടുമ്പോൾ അവരവിടെ പോയി. അങ്ങനെയൊക്കെ ഒരു വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അധികാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന, അല്ലാതെ സുഖിക്കാനോ വേറെന്തെങ്കിലും ഉണ്ടാക്കാനോ അല്ല. അധികാരം കഠിനമായ ജോലിയാണ്. തീർച്ചയായിട്ടും. ഒരു ഡൗട്ട് നമുക്ക് ഏതൊരു പൗരനും വരുന്നൊരു ഡൗട്ടാണ് ചോദിക്കുന്നത്. ഇപ്പം ഇത്രയും വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ വളരെ ശക്തമായി വെറുതെ കയറി വന്നതല്ല, പ്രസ്ഥാനത്തിലേക്ക് ശക്തമായി ഒരു മത്സര രംഗത്തുകൂടി കയറി വന്നിട്ടുള്ളതാണ്. അതും ഒരു വളരെ കോലിളക്കം സൃഷ്ടിച്ച ഒരു മാറ്റം തന്നെയായിരുന്നു ആ വരവ്. അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് ഇത്രയും വർഷക്കാലം പ്രവർത്തിച്ചു വരുമ്പോൾ നമുക്കെതിരെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് ഇതൊരു പ്രസ്ഥാനമായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിരുന്നോ? മാഡത്തിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഒരു വിഭാഗം ആൾക്കാരാണ്. പാർട്ടിയെ എന്നല്ല പറയേണ്ട, പാർട്ടിയെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു പോയി. അവിടെ അവർ പറയുന്ന ആൾക്കാർ മാത്രം മതി. ഒരുപാട് ജനകീയ ബന്ധമുള്ളവർ വേണ്ട, പാർട്ടിക്ക് മേലെ പോകുന്നു എന്തോ ഒരു തോന്നൽ. അധികാരത്തിന് വേണ്ടി എന്ന് വെച്ചാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആണോ? അങ്ങനെ പോകണ്ട, ഇനി അത് മാറട്ടെ. ഇപ്പോൾ സേഫായല്ലോ. ഇപ്പോൾ കൊട്ടാരക്കര മണ്ഡലം തന്നെ ഇടതുപക്ഷമായി. ഞാനൊക്കെ ജയിക്കുന്ന സമയത്ത് UDFൻ്റെ കോട്ടയായിരുന്നത്. ഫസ്റ്റ് ടൈം ജില്ലാ പഞ്ചായത്ത് ജയിക്കുന്നത് വെറും 102 വോട്ടിനാണ്, 2.5 പഞ്ചായത്ത്. രണ്ടാം തവണ ജനറൽ ജയിക്കുന്ന 9625 വോട്ടിനാണ്. പിന്നെയാണ് അസംബ്ലിയിൽ 12,000, പിന്നെയാണ് 21,000 വോട്ടിന്, പിന്നെയാണ് 42,632 വോട്ട് വരുന്നത്. കഠിനമായ ജോലി, അധികാരം വേണ്ട പോലെ വിനിയോഗിച്ചുകൊണ്ടാണ് അതൊക്കെ കിട്ടണമെങ്കിലേ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പം തന്നെ ഞങ്ങൾ നടന്ന ഈ വെയിലും മഴയും ഒന്നും നോക്കാതെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പോകുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ജോലി ചെയ്തപ്പോൾ എന്താണ് ഞാനെന്ന് മനസ്സിലാക്കാതെ പോയി ഞാനിരുന്ന അന്നത്തെ പ്രസ്ഥാനം. ഞാൻ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല, അല്ലെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അവരുടെ എന്തൊക്കെയോ ഹിഡൻ അജണ്ടയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ ഐഷ പോറ്റി എന്ന വ്യക്തി ഇത്രയും നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഒരു വാല്യൂ കൽപ്പിച്ചില്ല. അവരെല്ലാം പറയുന്നത് 3 തവണ MLA ആക്കിയെന്നാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിചാരിച്ചാലും ആക്കാൻ പറ്റത്തില്ല, അത് ജനങ്ങൾ വിചാരിച്ചാലേ ആക്കാൻ പറ്റൂ. സ്ഥാനാർത്ഥിയാക്കാം, അവസരം കൊടുക്കാം. ജയിപ്പിക്കണമെങ്കിൽ ജനങ്ങൾ വിചാരിച്ചാലേ ജയിപ്പിക്കാൻ പറ്റും. അത് ജയിപ്പിക്കണമെങ്കിൽ ഒരു തവണ വേണമെങ്കിൽ ആഞ്ഞു പിടിച്ച ഒരു അവസരം കൊടുക്കണമെന്ന് പറയാം. അതല്ലേ 102 വോട്ടിനെ കഷ്ടിച്ച് ജയിച്ചു പോയത്. അപ്പോൾ പ്രവർത്തിച്ച് കാണിച്ചില്ലേ ജനങ്ങളെ ദൂരെ എടുത്ത് കളയും. പിന്നെ കഠിനമായ ജോലി ചെയ്യണം. ഒരുപാട് പ്രസ് ചെയ്യേണ്ടി വരാതെ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരണം എങ്കിൽ കഠിനമായ ജോലി ചെയ്ത് മനുഷ്യർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. ആ പ്രവർത്തനം ചെയ്തത് കാണാതെ പോയി. പാർട്ടി എന്നെ ആക്കി എന്നുള്ളത് മാത്രമേ ആയുള്ളൂ. അപ്പോൾ അതിലെ കുറേ വിഭാഗം, ഞാൻ എപ്പോഴും പറയും, ആ പാർട്ടിയിലെ ഒരു വിഭാഗം മാത്രം നടത്തുന്ന, അതാണ് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പം മുൻ മന്ത്രിയൊക്കെ പാർട്ടി വിട്ടുപോയിട്ടുള്ളത്. നിരവധി ആൾക്കാർ ആ പ്രസ്ഥാനം വിട്ടുപോയിട്ടുള്ളത് അതിലുണ്ടായ മൂല്യച്യുതിയാണ്. അതിൽ വേറെ ഒരു നല്ല വിഭാഗവും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പം മാഡത്തിന് അവരായിട്ടൊന്ന് ഇടപെട്ടിട്ട് കാര്യങ്ങൾ സംസാരിപ്പിക്കാൻ പറ്റില്ല? അവരോടെല്ലാം സംസാരിക്കുമ്പോഴെന്ന് എന്തെങ്കിലും ചർച്ച ചെയ്താൽ അന്ന് ഔട്ടല്ലേ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവിടെ ചർച്ചയും തീരുമാനങ്ങളോ തിരുത്തലുകളോ ഇല്ലല്ലോ. പാഠം പഠിക്കുന്നില്ലല്ലോ. എത്രയോ പേര് ശബ്ദമുയർത്തി. 2 കൊല്ലം മുമ്പ് തന്നെ ഒരു കണ്ണൂരിൽ ഒരാൾ പറഞ്ഞു, പിന്നെ ആളിൻ്റെ ശബ്ദമേ കേട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും എതിർ ശബ്ദം വന്നാൽ അത് അടിച്ചൊതുക്കുകയല്ലേ. അങ്ങനെ അടിച്ചമർത്തപ്പെടാനൊന്നും ഇരിക്കാൻ പറ്റത്തില്ല.
നമുക്ക് നമ്മുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, നമ്മുടേതായ മൂല്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യം വേണമല്ലോ, അല്ലാതെ അടിമകളായിട്ടല്ലല്ലോ ഇരിക്കേണ്ടത്. നൂറ്റാണ്ട് മാറിയില്ലേ, പഴയ കാലത്തെ പോലെ പറയുന്നതെല്ലാം കേട്ട് ഒരിടത്ത് അങ്ങനെ മൂലയിലിരിക്കേണ്ടവരല്ലല്ലോ. നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാട് നമുക്ക് നന്നായി വിനിയോഗിക്കാനും സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. മുഴുവൻ ആ പഴയ പ്രസ്ഥാനത്തിലുള്ളവരോട് എനിക്കും പറയാനുള്ളത് അതാണ്. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് ഇരിക്കരുത്, സ്വതന്ത്രമായിട്ട് വരണം. പ്രശ്നം പേടിയാണ് എല്ലാവർക്കും. അടി കൊള്ളുമോ, വീടിന് കല്ലെറിയുമോ, പോകുന്ന വഴിക്ക് വെട്ടിക്കൊല്ലുമോ, ഇന്നോവ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കാണുമായിരിക്കും. അതുകൊണ്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്. ആ പേടി ഇപ്പോഴും എല്ലാവരുടെ ഉള്ളിലുണ്ടോ അങ്ങനെ ഒരു പേടി? ഇപ്പം തന്നെയല്ലേ കുഞ്ഞിക്കണ്ണൻ്റെ വീട്ടിലേക്ക് പടക്കം എറിഞ്ഞ് കണ്ടില്ലേ, ഒരു ബൈക്ക് ചീത്തയായില്ലേ, അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുമല്ലേ. ആ രീതി മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കാലം അതിന് ശിക്ഷ കൊടുക്കും. ഇപ്പം കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ ഒരു പേടി മാഡത്തിനുണ്ടോ? എനിക്കൊരു പേടിയില്ല. പേടിയില്ല. എനിക്ക് എന്തിനു പേടിക്കുന്നേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരാളെ അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടോ ആണോ പാർട്ടി വളർത്തേണ്ടത്? സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് നിർത്തി നല്ല രീതിയിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ചെയ്ത് മനുഷ്യരോടൊപ്പം നിന്ന് എല്ലാ വിഭാഗത്തെയും ഒരുപോലെ കണ്ടുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ ചുളുവിന് എന്തെങ്കിലും അടിച്ചമർത്തി അവിടെ ഇരുത്തി അച്ചടക്കമല്ല. അച്ചടക്കം കുറച്ചുകൂടി നല്ല മാർഗം നയിക്കുന്നവർ കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ആൾക്കാർ ഒഴിഞ്ഞു പോകും. ഈ ഒരു കാലത്ത്, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് മാഡത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടോ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മാഡത്തിനുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം ഇത്രയധികം ജനങ്ങളുമായിട്ട് ബന്ധമുള്ളൊരു, ഇപ്പോൾ നമ്മൾ നേരിട്ടേക്കുന്ന ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഫ്ലഡ് ആയാലും കൊറോണയാണെങ്കിലും, അതുമാത്രമല്ല അല്ലാതെ ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും ഡയറക്റ്റ് ഇടപെട്ടേക്കുന്ന ഒരാളാണ് മാം. വളരെ ചെറിയ കാലയളവിലൊന്നുമല്ല, അത്യാവശ്യം. അപ്പം അത്രയും ജനങ്ങളായിട്ടൊരു ബന്ധമില്ലേ മാഡത്തിൻ്റെ കയ്യിൽ? അപ്പോൾ ഇപ്പം അവരുടെ എല്ലാവരും പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം മാഡത്തിനുണ്ടോ? പാർട്ടി നോക്കാതെ വോട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയേക്കുന്നത്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഒരാളുടെ രാഷ്ട്രീയം നോക്കാറില്ല, ആരുടെ ബേസ് നോക്കാറില്ല. കഷ്ടപ്പെടുന്നവരായാലും ഏത് മനുഷ്യരായാലും പറ്റുമെങ്കിൽ അവരുടെ കാര്യം സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ എനിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഇങ്ങനെ ഭൂരിപക്ഷം കിട്ടാൻ പറ്റില്ലല്ലോ ആർക്കായാലും. അത് ജനങ്ങൾക്ക് സ്നേഹമുണ്ട്, എനിക്ക് അങ്ങോട്ടും അതിനേക്കാൾ സ്നേഹമുണ്ട്. കാരണം ആ പ്രശ്നങ്ങളൊക്കെ അല്ലേ നമ്മൾ കാണുന്നത്, നമ്മൾ ജീവിക്കുന്നത് അതിനല്ലേ. തീർച്ചയായിട്ടും. എനിക്ക് മാമിൻ്റെ പേര് തന്നെ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ ആ പേരിൻ്റെ പുറകെ ഒന്ന് പോയിക്കോ, ഐഷ പോറ്റി. എനിക്കിത് എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് പോയപ്പോൾ ഭയങ്കര സന്തോഷം തരുന്നൊരു ആൻസർ അതിൻ്റെ പുറകെ കിട്ടിയത്. കാരണം വൈലോപ്പിള്ളിയുടെ ഒരു നോവൽ, ഐഷ എന്നുള്ള നോവൽ വായിച്ചിട്ട് അച്ഛൻ ഇതിൻ്റെ പുറകിൽ ജാതിപ്പേര് വേണ്ട, ഐഷ അതുകൊണ്ട് തന്നെ ഐഷ എന്ന് പേരിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനൊക്കെ പഠിപ്പിച്ചു തന്നൊരു വഴിയുണ്ട്. അച്ഛനൊക്കെ വളരെ എന്താ പറയുക, ഒരു പെൺകുട്ടിക്ക് എങ്ങനെയും ജീവിക്കാം, അതായത് വളരെ നല്ല രീതിയിൽ ഏത് പ്രശ്നങ്ങളും തരണം ചെയ്യാമെന്ന് പഠിപ്പിച്ചു തന്നേക്കുന്ന ഒരാളാണ് പിതാവ്. അപ്പോൾ അച്ഛൻ്റെ ഒക്കെ കാലത്ത് എങ്ങനെയായിരുന്നു പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ? അച്ഛൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ വളരെ അച്ചടക്കത്തോടെ യാതൊരു കറപ്ഷനും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഏത് താഴെ തട്ടിലുള്ളവരോടും ഒപ്പം പോയിരുന്നു. അച്ഛൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ അമ്മാത്തെ സ്കൂളിൽ. അപ്പോഴും അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് എല്ലാ തൊഴിലാളികളോടും ഒപ്പം ഞാനും കണ്ടുകൊണ്ടിരുന്നതാണ്. അവിടെ കൊയ്യുമ്പോഴും നിലം ഇതൊക്കെ ശരിയാക്കും, അവരോടൊപ്പം പോയിരുന്ന് ഒന്നിച്ച് ചായ കുടിച്ചൊക്കെ നല്ല സ്നേഹത്തോടെ ഇടപെടും. പക്ഷെ ഞങ്ങളോടൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാനൊരു മോളായതുകൊണ്ട് നല്ല റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നു, അതും പറയുള്ളൂ. എങ്കിലും ആ ഒരു നല്ല വർക്ക്, മനുഷ്യരോടൊപ്പം നിൽക്കുന്നതും ഒക്കെ കണ്ട് എപ്പോഴും എന്നോട് പറയും വളരെ സിമ്പിളായിരിക്കണം, ഒരുപാട് ഡ്രസ്സ് ഇട്ട് ആർഭാടമാക്കരുത്, ആർഭാടങ്ങൾ പാടില്ല, പഠിക്കണം, പഠിച്ച് നല്ലോണം പോകണം, ഒരു അഡ്വക്കേറ്റ് ആവണം എന്നുള്ള അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ കണ്ടത്. എപ്പോഴും ഓവർ സ്വാതന്ത്ര്യം പാടില്ല, ആവശ്യമുള്ളത് മാത്രമേ ചെയ്യാവുള്ളൂ, ഒരുപാട് ആർഭാടങ്ങൾ പാടില്ല. ഇപ്പോൾ പബ്ലിക്കിൽ മോളായി പോയതുകൊണ്ട് പഴയ രീതിയല്ലേ, കുറേയൊക്കെ എത്ര കമ്മ്യൂണിസം ഉണ്ടെങ്കിലും ഒരു മകളാണെന്നുള്ളതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും എന്നെ വിടത്തില്ല, ഹോസ്റ്റലിൽ വിടത്തില്ല. ഒന്നുകിൽ അമ്മയുടെ ഇല്ലത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ പെങ്ങടെ അവിടെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ആകെപ്പാടെ ഒരു ആശ്രമത്തിലാണ് വീട് വിട്ട് മാറി താമസിച്ചുള്ളൂ, അതൊരു ആശ്രമത്തിൽ, ശാരദാ മിഷനിൽ. ഇങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാൾ. എൻ്റെ മകൾ ഏറ്റവും നന്നായിരിക്കണം, അച്ഛൻ്റെ സ്വപ്നം അതായിരുന്നു, മിടുക്കിയാവണം, പഠിക്കണം, വക്കീലാവണം. പക്ഷേ എൻ്റെ മകൾ എപ്പോഴും നല്ലതായിട്ടിരിക്കണം എന്ന് ആ രീതിയിലാണ് ഞാൻ വളർന്നു വന്നത്. തീർച്ചയായിട്ടും. ഈ ഭീഷണികൾ അത് ഏത് രംഗത്തു നിന്നായിക്കോട്ടെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ?
ഭീഷണികളൊന്നും അങ്ങനെ ഡയറക്റ്റ് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ സൈബർ മേഖല അത് ഇപ്പോഴാണ് സൈബർ മേഖലയിലൂടെയൊക്കെ അല്ലാതെ അങ്ങനെ ഭീഷണിയൊന്നും വന്നില്ല. ആരെങ്കിലും പേടിയുണ്ടോ ജീവിതത്തിൽ? ആരെങ്കിലും പേടിയോ? ആരെ പേടിക്കാൻ? പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ പാർട്ടിയിലൊക്കെ വിടുമ്പോൾ എന്നെയൊക്കെ വല്ലാതെ വലിച്ച് ഒത്തിരി നാൾ നിന്ന് ഒരു പ്രസ്ഥാനം, ഒത്തിരി പേര്, എല്ലാവരുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റൊക്കെ ഉണ്ട് ആൾക്കാരുമായിട്ട്. അവർക്കും സ്നേഹം ഉണ്ടായിരുന്നു, നല്ല താഴെയൊക്കെ തട്ടിലുള്ളവർ. അപ്പോൾ അതിൽ നിന്നൊരിടത്തേക്ക് പോകുമ്പോൾ ആ ഒരു മാനസിക സംഘർഷം. അത് ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിച്ചിട്ട് അടുത്തൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീടല്ലെങ്കിലും നമുക്കൊരു വിഷമം തോന്നും. ആ വീടും ആ മുറ്റമൊക്കെ വിട്ട് നമ്മൾ പോകുമ്പോൾ ഇത്രയും വർഷക്കാലം പ്രവർത്തിച്ച, ഇപ്പം നേരത്തെ പറഞ്ഞു, നല്ല ആളുകൾ ഒരുപാട് ചുറ്റുമുണ്ട്. അവരെയൊക്കെ വിട്ട് നമ്മൾ ഈ പ്രസ്ഥാനം വിട്ട് പോയി വേറൊരു കസേരയിൽ ഇരിക്കുമ്പോൾ നമുക്ക് 100% മനസ്സിനൊരു തൃപ്തി തോന്നാൻ സാധ്യതയില്ലല്ലോ. എനിക്ക് അതിൽ അവിടെ വിട്ടുപോകുന്നതിൽ ഒരു സങ്കടമില്ല. പക്ഷെ അവരോട് നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ സ്നേഹമുള്ളവർ ഇപ്പോഴും ഉണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അപ്പുറത്തും ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട്. നല്ല സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നല്ല സ്നേഹമുള്ളവരാണ് വലിയൊരു മാസം. പഴയ പ്രസ്ഥാനത്തിൽ വലിയൊരു മാസത്തിന് നല്ല സ്നേഹമുണ്ട്. പിന്നെ അവരൊക്കെ ആ പ്രസ്ഥാനത്തിൽ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കും അവരോട് ഇഷ്ടമാണ്, അവർക്ക് എന്നോടും ഇഷ്ടമാണെന്നാണ് 100% എനിക്കറിയാവുന്നത്. സ്നേഹബന്ധങ്ങൾ എന്നും നിലനിൽക്കട്ടെ. തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പം നമ്മുടെ ഇലക്ഷൻ പ്രയത്നങ്ങൾ തുടങ്ങി. നമ്മുടെ ഒരു സ്ഥലത്തിന് വരുത്തുന്ന മാറ്റമാണ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം മാം അവിടെ ഇരിക്കുന്ന കാലത്ത് ഇപ്പോൾ അവിടെ കുറേ IT പരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നടത്തി, യുവാക്കൾക്ക് വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവിടെ തന്നെ ഒരു കാര്യം പറയുകയാണ്, സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വ്ളോഗേഴ്സുള്ള ഒരു മേഖല കൊല്ലമാണ്. അപ്പോൾ അവിടെയുള്ളവർക്ക് വേണ്ടിയിട്ട്, വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രസ് ക്ലബ്ബ് മാം പ്ലാൻ ചെയ്യുന്നുണ്ടോ? കൊടുക്കേണ്ടതാണ്, അതൊന്ന് ചെയ്യേണ്ടതാണ്. എന്തെന്നറിയോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു മേഖലയാണിത്. കാരണം എല്ലാവരും കാലം മാറി. പഴയ പോലെ ന്യൂസ് പേപ്പർ വായിച്ച് എവിടെയെങ്കിലും ചായക്കടയിൽ ഇരിക്കുമല്ല, എവിടെ ഇരുന്നാലും നമുക്കെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ എല്ലാ ഇൻഫർമേഷനും പെട്ടെന്ന് വരും. അതൊക്കെ യഥാർത്ഥ രീതിയിലുള്ളത് വരികയും വേണം. അവർക്കൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാനൊരു പ്ലേസ് ഉണ്ടാവേണ്ടത് ഏറ്റവും നല്ലതാണ്. വലിയ ആഗ്രഹം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളൊരു പ്രസ് ക്ലബ്ബൊക്കെ ഉണ്ടാക്കി. ഞാൻ MLA ആയപ്പോഴാണ് അവിടെ പ്രസ് ക്ലബിന് വേണ്ടിയിട്ടൊരു സ്ഥലം, സ്പേസ് അവരെന്നോട് പറഞ്ഞാണ് ഒരു സ്പേസ് കൊടുത്തു. പിന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു വലിയ കെട്ടിടം ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാതിരുന്നു. പിന്നെ ഞാനും കൂടി ശക്തമായിട്ട് ഇടപെട്ടാണ് അവർക്ക് നല്ല മനോഹരമായിട്ട് ഇരിക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഒരു 5-6 സെൻറ്റ് സ്ഥലമൊക്കെ കിട്ടിയിട്ട് അവർക്കൊരു നല്ല ഭംഗിയുള്ള സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ബ്ലോഗേഴ്സ് ആയാലും അതുപോലെ ഈ പോഡ്കാസ്റ്റിംഗ് ആയാലും ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മറ്റേ പത്രവും ദൃശ്യ മീഡിയയ്ക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു ഭാഗം അവർക്കും കൂടെ ചേർത്ത് നല്ലൊരു പർപ്പസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായാൽ നന്നായിരിക്കും പ്രസ് ക്ലബ്ബ്. എനിക്കൊരു നല്ല ആഗ്രഹമുള്ളതാണ്. തീർച്ചയായിട്ടും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ, എന്തായാലും പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്ലാനിങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജികളാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇപ്പോൾ ഒരു വനിതാ നേതാവ്, നമ്മൾ പുരുഷനെന്നോ സ്ത്രീയെന്നോ വേർതിരിക്കുന്നൊന്നുമില്ല, എന്നാലും ഒരു വനിതാ നേതാവ് വരുമ്പോൾ ആ പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് കുറേ കാര്യങ്ങളിൽ തുറന്നു പറയാനുള്ള ഒരു ആശ്വാസം കിട്ടും. അതിലേറ്റവും കൂടുതൽ രക്ഷാകർത്താക്കൾക്കായിരിക്കും. സ്വന്തം മക്കളുടെ ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി അവിടെ എന്തായിരിക്കും പുതിയത് വരാൻ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്ത്രീകൾ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് മനസ്സിലൊരു പ്ലാൻ ഉള്ളത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം, പെൺകുട്ടികളെ കൂസലില്ലാതെ ജീവിക്കാൻ പഠിക്കണം. ആൺകുട്ടികളും വേണം. രണ്ടുപേരോടും എനിക്ക് ഒരുപോലെ ഇഷ്ടമുള്ളൂ. പെൺകുട്ടികൾ പക്ഷേ കുറച്ച് പേടിച്ചൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവർ ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഗാർഹിക പീഡനം പോലെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, ആക്ഷേപങ്ങൾ കേൾക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് അവരെയൊക്കെ കുറേ കൂടി മെൻ്റലി പവർഫുള്ളാക്കി മാറ്റണമെന്നുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണം. അതിപ്പോൾ കുറേ ചെയ്യും. ഞാനിപ്പോൾ ഇരുന്ന കാലം അത്രയും ചെയ്തിട്ടുണ്ടത്. ചിലരൊക്കെ അങ്ങ് ആത്മഹത്യ അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വരുന്നവർ ചിരിച്ചോണ്ട് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, തൊഴിലവസരങ്ങൾ കൊടുക്കുക, നന്നായിട്ട് അവരുടെ മനസ്സ് തുറന്ന് അവർക്ക് ഉള്ള കഴിവുകളെ വിനിയോഗിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അത് ഏത് സ്പേസിലായാലും വേണം. അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്.
ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ക്ലാസ് കൊടുക്കാനായാലും അതുപോലെ ഒരു പ്രതിസന്ധി വന്നാൽ ഇപ്പം തന്നെ എന്നെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയുടെ ആശയവിക്കണം, അങ്ങനെ വരുമ്പോൾ തളർന്നു പോകുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഒരു നല്ല ക്ലാസ് കൊടുക്കുകയും അതിനായിട്ടൊരു സ്പേസ് തന്നെ ഉണ്ടെങ്കിലും കൊള്ളാം. സ്കൂളിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ പക്ഷം. എല്ലാ സ്കൂളിലും ഒരു റൂം അതിന് കൊടുക്കണം. അതൊന്നും ഇപ്പോൾ ഇല്ല, ഉണ്ടാക്കണം എന്ന് പറച്ചിലേ ഉള്ളൂ. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ വലിയ മാറ്റം വരും. മാം, ഞാൻ ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണം. നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ആര് നല്ല ചെയ്താലും നമ്മൾ നല്ലതെന്ന് അംഗീകരിക്കും. അതിലൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ വയസ്സായവർക്ക്, നമ്മുടെ വീട്ടിലുള്ള പാച്ചാച്ചൻ, അമ്മമ്മ, ഇവർ പ്രായമായവർക്ക് വേണ്ടിയിട്ട് അവരെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പല പല സെൻറ്ററുകളുണ്ട്, അവർക്കൊക്കെ ഫ്രീ ആകുമ്പോൾ വന്നിരിക്കാനും നേരം പോകാനും. കാരണം മക്കളെല്ലാവരും തിരക്കിലാവുമ്പോൾ ഇവരാണ് ഒറ്റപ്പെട്ടുള്ള ജീവിതം തന്നെയാണ്. വീട്ടിൽ 4 ഗസ്റ്റുകൾ വന്നാൽ തന്നെ അവരുടെ വാതിലടച്ചിടുന്നൊരു അവസ്ഥയാണ്. ഒരു പെൻഷൻ എന്ന് പറയുന്നത് അവർക്കൊരു ആശ്വാസമാണ്. എന്തൊക്കെ പറഞ്ഞാലും അതെന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു നല്ല കാര്യമാണ്. ഇതല്ലാതെ ഇവർക്ക് വേണ്ടി എന്താണ് നമുക്ക് വേറെ അഡീഷണൽ ചെയ്യാൻ പറ്റുക? ഇത് എത്ര നാളുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ എനിക്കത് ഇറങ്ങും മുമ്പ് ചെയ്യാൻ ഒരു സ്ഥലമോ ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് വന്നിരിക്കാൻ ഒരു നല്ല ഒരു ഹോം സെറ്റപ്പ് കൊടുക്കണം. നല്ലൊരു ഗാർഡനും ഒക്കെ വെച്ച് നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി ഈ വൃദ്ധരായിട്ടുള്ള പെൻഷനായിട്ടുള്ളവരായാലും ഒക്കെ വന്നിരിക്കാനും അവരെ ഒന്നിച്ച് എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ പൊതിയും കൊണ്ട് വന്നിരുന്നായാലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും അവരോടൊക്കെ എല്ലാവരും സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് എല്ലാം അവസാനിക്കും. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പണ്ട് പോലും ഞാൻ പെൻഷനേഴ്സിനോട് തന്നെ പറയുന്ന, നിങ്ങളൊക്കെ പെൻഷൻ ഭവനം ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സ്ഥലം കൂടി, ഒരു ചെറുതെന്നല്ല, ഒന്ന് എൻജോയ് ചെയ്തിരിക്കുക, ഒരു ചെറിയ ഗാർഡൻ, പിന്നെ ഒന്ന് ഇരിക്കാൻ, ഒന്ന് വർത്താനം പറയാൻ, വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ കലാപരിപാടി. നമ്മൾ ചിലപ്പോൾ കാണാറില്ലേ വയസ്സായവരൊക്കെ നിന്നല്ല എന്തൊരു ഊർജ്ജം അത് കാണാൻ. അങ്ങനെ അവരെ നല്ല മെൻ്റലി അലർട്ടാക്കി വെക്കുക. സമയം പോകുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ, ആരൊക്കെയോ നമുക്കുണ്ടെന്ന് തോന്നിക്കുക, നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നമ്മളെ ആരൊക്കെയോ കാണാനുണ്ട്, നോക്കാനുണ്ടെന്നൊരു ഫീൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ വയ്യാതെ കിടക്കുമ്പോൾ ഗുളിക ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകാതെ, അമ്മേ ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അമ്മ ഒന്ന് കഴിച്ചോണേ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരുപാട് പ്ലാനുകൾ എന്തായാലും മാഡത്തിൻ്റെ മനസ്സിലുണ്ട്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം വിനിയോഗിക്കും. ഏത് അവസരം കിട്ടിയാലും ഞാൻ അതിനെ മാക്സിമം ഉപയോഗിക്കാം. സമയം നമുക്ക് നോക്കി നിൽക്കത്തില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഏത് രൂപത്തിലൊക്കെ പറ്റുമോ അതെല്ലാം ചെയ്തു തീർക്കണം. ഓക്കെ. ഇനി ഒറ്റ കാര്യം, ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിൽ ഭരണ സംവിധാനം എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോൾ ഒരുപാട് സർവേകൾ വരുമ്പോൾ എല്ലാം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് ട്രെൻഡുകൾ കാണിക്കുന്നത്. എല്ലാ ചാനലിലും സർവീസിലും എല്ലാം വരുന്നത്. മാഡത്തിൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ്? എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്താണെന്നറിയോ, എനിക്കിപ്പോൾ തോന്നുന്നത് ഈ വരുന്ന അഭിപ്രായങ്ങൾ മുഴുവൻ പറഞ്ഞു പറയിപ്പിക്കുവാണോ എന്നൊരു ഡൗട്ട് തോന്നാറുണ്ട്. കാരണം ഓരോ സ്ഥലത്തും പോയി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇന്ന വരും, അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണം. ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉള്ള ഒരു സർവേയൊക്കെ നടത്തിയിട്ട് ആൾക്കാരെ ഒന്ന് പറഞ്ഞ് വീണ്ടും വരുമെന്ന് ഏതൊക്കെയോ കോണിൽ നിന്നൊക്കെ ഉള്ള ചില കാര്യങ്ങളാണോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ തോന്നൽ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുക തന്നെയുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും ഒരു പുതിയ മാറ്റം വേണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വരുന്നതൊന്നും കറക്റ്റാണെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഒരു സൈഡിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വിജയങ്ങൾ പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ടൗൺഷിപ്പ്, പെൻഷൻ, 5 ലക്ഷം വീടുകൾ, വിദ്യാഭ്യാസം, ഇതെല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ധൈര്യമാണ് അടുത്ത ഭരണവും നമുക്ക് മുമ്പോട്ട് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ മാം പറയും. അല്ല, അപ്പോൾ ജനങ്ങളപ്പോൾ നോക്കുമ്പോൾ ഈ 5 ലക്ഷം പേർക്ക് വീട്, ഈ പറയുന്ന പെൻഷൻ, വയനാട് ടൗൺഷിപ്പ്, ഇതെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, എല്ലാം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു സംഭവം എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ? കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് 10 ഇരട്ടി പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടായില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇതെല്ലാം ഈ തെറ്റായ പ്രചരണങ്ങളാണ് അവസാനിപ്പിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പെൻഷൻ ചെറിയ തോതിലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. വാഗ്ദാനം 2000 ആക്കുമെന്നായിരുന്നു, അത് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് 2500 ഒരുപാട് വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. DA എന്ന് പറയുന്ന അവകാശമല്ലെന്ന് പറഞ്ഞ് ഭരണഘടനാ വിരുദ്ധമാണത്.
DA അവകാശമല്ല എന്ന് പറഞ്ഞ് ഇത് കൊടുത്തിരിക്കുന്നു. അതുപോലെ റോഡുകൾ പലതും പൊളിഞ്ഞു വീണിട്ടും അതും അതിലെ നല്ല ഭാഗം മാത്രം കാണിച്ച് പ്രചരണം കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിയിട്ടിരിക്കുക. ക്ഷേത്രങ്ങളിലൊക്കെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ളത് നടക്കുക. സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാതെ ഉള്ള അവസ്ഥയാണ്. എന്തിനാ ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ വന്ന് പറഞ്ഞേക്കുന്നത് കണ്ടോ? ഇങ്ങനെ നോക്കിയാൽ ഓരോ മേഖലയിലും KSFയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ അവരുടെ ആ പ്രസ്ഥാനം തന്നെ ഇല്ലാതാവുമെന്ന് സംശയമുണ്ട്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പുറത്തു വരാതെ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനത്തിലൂടെ ഈ കേരളം മുഴുവൻ മനോഹരമായി എന്ന് പറയുക. എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ തന്നെ അറിയാം. ഹരിത കേരള മിഷനിലൂടെ ഒരു തോട് വൃത്തിയാക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്രയോ നാൾ വന്ന് അവിടെ ഫോട്ടോയൊക്കെ എടുത്തത് ഇപ്പം ഇങ്ങനെ ആക്കുമെന്ന് പറയും. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ വന്ന് കഴിഞ്ഞ പോലൊരു ഫീൽ വരും. അവിടെ അങ്ങനെ തന്നെ കിടക്കുന്നേ ഉള്ളൂ. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ നിന്ന് വരുന്ന പിന്നെ കുറേ പേരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇന്നത് വരും, തുടർ ഭരണം വരുമെന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം ഒരു മാറ്റം അനിവാര്യമാണെന്ന്. അതുകൊണ്ട് ഈ പ്രചരണത്തിലൊന്നും ഒരു കാര്യമില്ല. ഗ്രൗണ്ട് റിയാലിറ്റി വേറൊന്നാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്കറിയാം കറക്റ്റ് കാര്യങ്ങൾ. ജനങ്ങളുമായിട്ടും സ്ഥലങ്ങളിലെത്തിയും യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ഈ പറഞ്ഞതൊക്കെ പുറമേ ഉള്ള ഒരു പുറന്തോട് മാത്രമാണെന്നുള്ള ഉറപ്പായിട്ടും മനസ്സിലാവും. ഓക്കെ. ഇപ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒപ്പം പ്രവർത്തിച്ചവരൊക്കെയാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. സ്വാഭാവികമല്ലേ അത്. അവരൊക്കെ ആയിട്ടുള്ള ആ ബന്ധങ്ങളൊക്കെ എന്താ പറയുക, രണ്ടുപേർക്കും ഒരേപോലെ ബന്ധങ്ങളുള്ളൊരു സ്ഥലവും കൂടിയാണ്. അതൊക്കെ ആയിരിക്കാം. അതിൽ കുറേ ക്ലാസ് കൊടുത്തൊക്കെ ഇങ്ങനെ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ ചെയ്തത് 100% സത്യമാണെന്ന് എനിക്കറിയാം. ശരിയാണ് ചെയ്തതെന്ന് അവിടുത്തെ ജനങ്ങൾക്കും അറിയാം. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതിൽ ഒരു കാര്യമില്ല. എത്രയോ പേര് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുന്നു. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ടിടത്തല്ലാതെ അടിമയെ പോലെ പറയുന്നത് കേട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. എത്രയോ പേര് പല പ്രസ്ഥാനത്തിൽ നിന്നും അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അത് നല്ലതും പുറത്തൊരാൾ പോയി അത് മോശമെന്ന് പറയുന്നത് രണ്ട് കാഴ്ചപ്പാടല്ലേ. രണ്ട് എന്താ പറയുന്നത്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരി, മറ്റുള്ളവർ ചെയ്യുന്ന ഞാൻ ചെയ്ത പോലത്തെ കാര്യമാണ് അത് തെറ്റെന്ന് പറയുന്ന പോലല്ലേ. ഒരേ കാര്യം, ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയുന്ന പോലല്ലേ. ഇതാർക്കാ മനസ്സിലാവാത്ത? അവിടെ ഇരിക്കുന്നവരിൽ എത്രയോ പേർക്ക് നല്ല സ്നേഹം, അവർക്കറിയാം ഞാനിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നന്നായി ചെയ്തിട്ട് നല്ല സ്നേഹബന്ധമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പോയെന്നുള്ള അവർ പുറത്തേക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവരും പറയുമായിരുന്നു ഈ അവഗണന പാടില്ല എന്നുള്ളത്. ഒരു അവഗണന പാടില്ല എന്നുള്ളത് അവർക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നേ ഉള്ളൂ. സ്നേഹമെന്ന് സ്നേഹം തന്നെ സ്നേഹമായിട്ട് തന്നെ ഉണ്ടാവും. എന്തായാലും മാം ഇപ്പോൾ കുറേ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വർഷങ്ങളോളം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യം ചെയ്ത ഒരു എന്താ പറയുക, എല്ലാവരും ജനകീയമായ ഒരു നേതാവാണ് മാം. ഇനിയും ആളുകൾ ആ വിശ്വാസം മനസ്സിലർപ്പിച്ച് അവർ മുമ്പോട്ട് വരട്ടെ. ഇനിയും അതേപോലത്തെ അവസരങ്ങൾ ഒരുപാട് കിട്ടട്ടെ. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. ഒരുപാട് ആശംസകൾ ഞങ്ങൾ നേരുന്നു. താങ്ക് യു മാം. താങ്ക് യു.